മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു 2 ചെറിയ വിഭവങ്ങളാണ്. നമുക്ക് വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഊണിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 വിഭവങ്ങൾ. തക്കാളി ചേർത്തിട്ട് മോര് നമ്മൾ കറിയാക്കി എടുത്തതും പിന്നെ സോയ വറുത്തെടുത്തതുമാണ്. എങ്ങനെയാണ് നമുക്കത് രണ്ടും തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ ഞാൻ 1 കപ്പ് കട്ട തൈര് എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് കുറുകിയിട്ട് തന്നെ ഇരിക്കണം. എന്നാലാണ് നമുക്കത് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ഉടച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഇത്രയും വെള്ളമാണ് ചേർത്തിട്ടുള്ളൂ. ഇതുപോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മോരാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, കൂടുതൽ വെള്ളമില്ലാതെ വേണം ഇതെടുക്കാൻ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കുക. ഒരു 10 ഉള്ളി ചെറിയത് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ വേണം. അതിൻ്റെ പുറമെ നല്ല പഴുത്ത ഒരു തക്കാളി ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് പാകം ചെയ്യാൻ നോക്കുക. വെളിച്ചെണ്ണയിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ മൂക്കാൻ പാകത്തിലുള്ള വെളിച്ചെണ്ണ വേണം. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തത്, മുഴുവനായിട്ടുള്ള ഉലുവ. അത് രണ്ടും പൊട്ടി വന്ന ശേഷം ഒരു 2 വറ്റൽമുളക് മുറിച്ച് ചേർക്കാം. വറ്റൽമുളക് ഒരു വിധം മൂത്ത് കിട്ടിയ ശേഷമാണ് അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഓരോന്നും ചേർക്കേണ്ടത്. വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഒന്ന് ചേർത്ത് പച്ചമുളകും ചേർത്തിട്ട് നമുക്കൊന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ, കുറച്ച് പച്ചമണം മാറി വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബാക്കിയൊക്കെ ഉള്ളിയുടെ കൂടെ മൂത്ത് കിട്ടിയാൽ മതി. കറിവേപ്പില ചേർത്തു, അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് കിട്ടണം. വാടി കിട്ടിയാൽ പോരാ, നമുക്കിതൊന്ന് മൂത്ത് കിട്ടണം. കുറച്ച് കളർ ചേഞ്ച് ആവുന്ന സമയം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ മോരിലേക്ക് എല്ലാം കൂടിയുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്താലും വേണ്ടില്ല. അല്ല, ഇത് മൂക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർക്കണമെന്ന് വിചാരിച്ചാൽ ലാസ്റ്റിൽ ഉപ്പ് നോക്കിയിട്ട് ഒന്നും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇതിൽ മുഴുവനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് 2-3 മിനിറ്റ് നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഈ ഉള്ളിയൊക്കെ ബ്രൗൺ കളറായിട്ട് കിട്ടും. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊരു 5 മിനിറ്റോളം ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട തക്കാളി ചേർത്ത് കൊടുക്കാം, അരിഞ്ഞു വെച്ചത്. ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം നമുക്ക്. അതും ഈ ഉള്ളിയിലെല്ലാം കൂടി കിടന്നിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരേക്കും നമുക്കിതൊന്ന് 2-3-4 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളത് ലോ ഫ്ലെയിമിലാക്കിക്കോളൂ തീയ്. അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. നമ്മുടെ തക്കാളി ഇപ്പോൾ അത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വല്ല പീസുകൾ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇത്രയും മതി. നമുക്കിപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് തന്നെ കിട്ടി. ഇനി നമുക്കതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. എരിവിന് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെയും മുളക് പൊടിയുടെയും ഒക്കെ എരിവുണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി നമ്മൾ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. കുറച്ച് പുളിയുള്ള മോരന്നെ വേണം തൈര്. വല്ലാതെ പുളി കുറഞ്ഞതായാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല. എന്നാൽ ഈ തക്കാളിയുടെ പുളി ഉണ്ടാവും. ഇത്രയും മതി. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചച്ചൊവ മാറി കിട്ടി. ഇനി നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള മോര് അതിലേക്ക് ഒഴിക്കാം. മോരൊഴിച്ച് കൊടുത്ത ഉടനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ചീനച്ചട്ടിയുടെ ചൂടിൽ നമുക്ക് അത്രയും ചൂട് മതി ഇത് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതൊന്നിനും കൊള്ളാത്ത വിധത്തിൽ പിരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഈ മോരൊഴിച്ച ഉടനെ നമുക്കിത് ഓഫ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ നല്ല പാകത്തിന് ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. മോരൊഴിച്ചാൽ അതൊട്ടും തിളപ്പിക്കരുത്. അതിൻ്റെ ശേഷം നമ്മളൊരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ മോരുകറി ഇവിടെ തയ്യാറായി. ഇത്രയും മതി. മോരുകറിയുടെ പാകം ഇതാണ്.
ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂടുതൽ സമയം നമുക്കിതിൽ വെക്കേണ്ട ആവശ്യമില്ല. ഈ ചീനച്ചട്ടിയിൽ ആ ചീനച്ചട്ടിയുടെ ചൂട് ഏകദേശം മാറണ വരെ വെച്ചാൽ മതിയാവും. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി, ഇത് കണ്ടില്ലേ നല്ല കൊഴുത്ത തക്കാളി മോര് ചേർത്തത് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് മോര് കറി. ഇനി നമുക്ക് സോയ വറക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു. കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല കളറ് കിട്ടും. ഞാനിപ്പോൾ അത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ചെറിയ ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, എല്ലാം ചെറിയ ടീസ്പൂണാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഗരം മസാല, വലിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ പിന്നീട് ഞാൻ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തത്. ഒരു 1.5 ടീസ്പൂൺ ചേർത്തു. അതേ സ്പൂണിന് തന്നെ നിറയെ 1 ടീസ്പൂൺ അരിപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് ആദ്യം പൊടികൾ മിക്സ് ചെയ്യാം. ഉപ്പ് ചേർക്കണം, പാകത്തിന് ഉപ്പ് ചേർക്കാൻ മറന്നു പോകണ്ട. ഉപ്പും കൂടിയും ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ സോയ നല്ല തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അത് മുറിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് നല്ല തിളച്ച വെള്ളത്തിലിട്ട ശേഷം ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ വെക്കണം. അത് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി നന്നായിട്ട് ജലാംശം പിഴിഞ്ഞ് കളയണം. അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് മുഴുവനായിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. നടുമുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് യോജിപ്പിക്കാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം അല്ലെങ്കിൽ എണ്ണ ചേർത്താലും മതി. ഞാൻ ഇപ്പോൾ വെള്ളം ചേർത്തിട്ടാണ് അത് മിക്സാക്കി എടുക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരം ഇനി ഇതുപോലെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ഈ സോയ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് പിന്നീട് മോരുകറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇത് ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കണം. ഇതിൽ ഈ പൊടികളിലൊക്കെ ടേസ്റ്റ് ഒന്ന് പിടിച്ച് കിട്ടാനുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാനിതൊരു വേറെ ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഈ പാത്രത്തിലാണ് അടച്ചിട്ട് 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് അതെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറക്കുന്നതിന് മുന്നേയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് ആ മുട്ട ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നമുക്കത് ഇളക്കി യോജിപ്പിച്ചിട്ട് വറുത്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് കുറച്ച് കുഴിയുള്ള ഒരു പാൻ എടുക്കാവും നല്ലത്. എന്നാൽ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കിത് ഓരോന്ന് പെറുക്കിയിടുകയാണ് വേണ്ടത്. എണ്ണ ചൂടായ ശേഷം ഞാനിപ്പോൾ അതൊരു ചെറിയ പാത്രത്തിലാണ് എണ്ണ ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് അത് വറുത്തെടുക്കണം. എന്ത് എണ്ണയാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. കാരണം അത് എടുത്ത് വെക്കുന്നൊന്നുമില്ല. അപ്പോഴേ നമ്മൾ ചോറിന് ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കണം. 2 സൈഡും അത് മൂപ്പിച്ചെടുക്കാം. നമുക്ക് എന്തെങ്കിലും ചട്ടുകോ അതുപോലെ ഫോർക്കോ വെച്ചിട്ട് അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വറുത്തെടുക്കണം. കാരണം പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. ഉള്ളിലത്തെ സോയ നമ്മൾ തീരെ കനം കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. 2 സൈഡും ഒരുപോലെ വെന്ത ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് കയ്യിൽ ഒരു പച്ചക്കറി ഒന്നുമില്ല, നമുക്ക് തോരൻ വെക്കാനായിട്ടോ അതുപോലെ കറി വെക്കാനായിട്ടോ ഒന്നും ഇല്ലെങ്കിൽ ചെറിയ ഓരോ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്കിത് നല്ല ടേസ്റ്റായിട്ട് ഉച്ചഭക്ഷണം തയ്യാറാക്കാം. അപ്പോൾ നമ്മളുടെ സോയ വറുത്തത് റെഡി ആയിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടുള്ള വറുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ട്രിപ്പ് ഇതുപോലെ എടുത്തു. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെയും വറുത്തെടുക്കുകയാണ്. കൂടുതൽ സമയമൊന്നും വേണ്ട ഇതിന്. പച്ചക്കറികളില്ലെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് 2 വിഭവം തയ്യാറാക്കിയെടുത്തില്ലേ. ഇത്രയും മതി നമുക്ക് വിശക്കുന്ന സമയത്ത് കഴിക്കാൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം. എല്ലാവരും ഒന്ന് ഇതുപോലെ തയ്യാറാക്കിയിട്ട് അഭിപ്രായം പറയാൻ കൂടി മറക്കരുത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.